അങ്ങനെ ഈ റെസ്ക്യൂ ടീം മുമ്പോട്ട് പോകുന്ന സമയത്ത് ഒരു ഏരിയയിൽ വെച്ചിട്ട് ഇതിൽ 11 മാസം പ്രായമുള്ള കുട്ടിയുടെ കരച്ചിൽ കേൾക്കുകയും ആ കരച്ചിലിനെ ഫോളോ ചെയ്തിട്ട് ഇവർ മുമ്പോട്ട് പോയപ്പോഴാണ് ഈ കുട്ടികൾ കഴിച്ചിട്ടുള്ള ഫ്രൂട്ട്സിന്റെ ഭാഗങ്ങൾ, അതുപോലെ തന്നെ ബോട്ടിൽ വെള്ളത്തിന്റെ ബീഡ്സുകൾ, കഴിച്ചിട്ടുള്ള ഭക്ഷണത്തിന് കുറച്ച് ഭാഗങ്ങൾ, ഇതെല്ലാം ഇവർക്കൊരു ക്ലൂ ആയിട്ട് കാണാൻ പറ്റിയതാണ് പറയുന്നത്. അങ്ങനെ ഇവർ ഈ കുട്ടികളെ 40ാമത്തെ ദിവസം വീക്കും ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞെന്നാണ് പറയുന്നത്. ഇതിൽ 13 വയസ്സായിട്ടുള്ള കുട്ടിയുടെ കറേജാണ് നമ്മൾ എടുത്തു പറയുന്നത്. കാരണം ഈ കൊച്ചിന്റെ ഗ്രാൻഡ് പാരൻസ് ഈ ഒരു ട്രിബിൾസ് കമ്മ്യൂണിറ്റിയിൽ പെട്ടതായതുകൊണ്ട് ഈ കാടിനെ കുറിച്ചിട്ട് അറിയുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു സർവൈവൽ നോളേജ്, എങ്ങനെ കാട്ടിൻ്റെ അകത്ത് സർവൈവ് ചെയ്യാം എന്നുള്ളൊരു നോളേജും, ബാക്കി 3 കുട്ടികളെ ഈ കുട്ടി പ്രൊട്ടക്ട് ചെയ്ത് അത്രയും ദിവസം കൊണ്ടുപോയതാണ് പറയുന്നത്. ഈ ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഏത് പ്രശ്നങ്ങളിൽ പെട്ടാലും ഏത് പ്രതിസന്ധികളിൽ പെട്ടാലും അല്ലെങ്കിൽ മരണം മുമ്പിൽ കണ്ടാൽ പോലും നമുക്ക് മുമ്പോട്ട് ഒരു സ്റ്റെപ്പ് വെക്കാനുള്ള ഒരു കറേജ് ഉണ്ടായാൽ മതി എന്നാണ് നമ്മൾ ഈ ഒരു 13 വയസ്സായിട്ടുള്ള ഒരു കൊച്ചിൽ നിന്ന് നമ്മൾക്ക് പഠിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ റെസ്ക്യൂ ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ഒരു പ്രതീക്ഷ കൈവിടാതെ അവർ മുമ്പോട്ട് പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ഏതൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിൽ എത്താൻ നമുക്ക് പറ്റും എന്നുള്ളതാണ് ഈ ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം.